കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് ഗുരുവായൂരപ്പനെ തൊഴണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ ആകെ തിരക്കായിരുന്നല്ലോ. ഇന്നിപ്പോൾ കല്യാണം കൊണ്ട് കിടന്നറിഞ്ഞ് ആകെ 230 240 കല്യാണം ഉണ്ടായിരുന്നു. കിഴക്കേ നട മൊത്തം കല്യാണമായിരുന്നു. വടക്കേ നടയിലൂടെയായിരുന്നു ഇന്നത്തെ പ്രവേശനമൊക്കെ. ഭയങ്കര തിരക്കായിരുന്നു കല്യാണത്തിൻ്റെ. എന്തായാലും നമുക്ക് പതുക്കെ കിഴക്കേ നടയിലൂടെ പോയിട്ട് ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഗണപതിയെ തൊഴാം. അതിനുശേഷം നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വാതിൽപ്പടി താണ്ടാണ്. അപ്പം തന്നെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഗുരുവായൂരപ്പൻ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് കളഭത്തിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഭക്തരെ നോക്കിയിട്ട് എന്നിങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ ഇടത് വശത്തേക്കൊന്ന് നോക്കി മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലത് വശത്തെ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മളിങ്ങനെ ആ സൈഡിലൂടെ അങ്ങനെ പോരുകയാണ്. എല്ലാവരും കൂടെ പോന്നോളൂ. അപ്പോൾ തന്നെ ഇങ്ങനെ നോക്കി വരുമ്പോൾ കാൽത്തളകളൊക്കെ കാണുന്നു, 2 കാൽപാദങ്ങളിങ്ങനെ കാണുന്നു. അങ്ങനെ പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞൊടുത്ത് ഇങ്ങനെ കാണുന്നു. ഒന്ന് മുട്ടുകുത്തിയിട്ടാണ് നിൽക്കണം കേട്ടോ. മുട്ടുകുത്തിയിട്ട് നിവർന്ന് നിൽക്കുക. അതൊരു കുസൃതി. കാലൊക്കെ ഇങ്ങനെ ഇതായിട്ട് പുറത്തേക്ക് ഇങ്ങനെ കാണാണ്ട് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആൾ. ആ വലത്തെ കയ്യിൽ വെണ്ണൂരിലുണ്ട്, ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തിയിട്ടുമുണ്ട്. വെണ്ണൂരില കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. വായയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. കഴിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇന്നത്തെ കാഴ്ച അതാണ്. കളഭം കൊണ്ടുള്ള അലങ്കാരത്തിൽ കണ്ണൻ ആ മുട്ടുകുത്തിയിട്ട് വെണ്ണ കഴിക്കാൻ പോകുന്ന ആ ഒരു രൂപത്തിലാണെന്ന്. 2 കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, ചെവിപ്പൂക്കൾ കാണാണ്ട്, അങ്ങനെ നോക്കി വരുമ്പോൾ മാലകൾ കാണാണ്ട്, ഒരു മാങ്ങാമാലയും ഒരു വളയം പോലത്തെ മാലയുണ്ട് സ്വർണത്തിൻ്റെ. പിന്നെ സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്, പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ അതാ തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാല, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും തുളസി മാലയും, അങ്ങനെ 2 തിരുമുടി മാലകളുണ്ട്. ഉണ്ടമാലകൾ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് സമമായിട്ട് അങ്ങനെയുള്ള ഒരു ഉണ്ടമാലുണ്ട്. പിന്നെ ഒരു 4 5 6 മാലകൾ വിധാനമായിട്ട് ഇങ്ങനെ കണ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ആ തുളസി കൊണ്ടുള്ളതും പിന്നെ ഒരു തുളസിയും തെച്ചിയും കൂടി ചേർന്നതും അങ്ങനെ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് നിന്ന് കാണുന്നത് കളഭം കൊണ്ടുള്ള അലങ്കാരം മുട്ടുകുത്തിയിട്ട് നിൽക്കുകയാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ. എല്ലാ ഭക്തരെയും നോക്കിയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കണ്ടോളൂ കേട്ടോ. ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതോളൂ. നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് വിളിച്ചോളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് പതുക്കെ അങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി സോപാനപ്പടിയിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ തന്നെ തിടപ്പള്ളിയിലേക്ക് നോക്കാം. കാരണം തിടപ്പള്ളി ഏറ്റവും പ്രധാനമാണല്ലോ. ഞാൻ പറയാറുണ്ട് എപ്പോഴും. ആ ഗണപതി ഹോമം നടത്തുന്നതും ഭഗവാനെ നേദ്യങ്ങൾ തയ്യാറാക്കുന്നതും ഒക്കെ തിടപ്പള്ളിയിലാണ്. അപ്പോൾ അവിടെ ഒന്ന് നോക്കി തൊഴുതു. ആ ബലി തൂവുന്ന അഗ്നികോണിൽ അവിടെ നിന്ന് തൊഴുതു. അതുപോലെ സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. ഇനി നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. വിഘ്നേശ്വരനെ കാണണം, തൊഴണം. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് തിരക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ ടോക്കനും മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് 6 മണി മുതൽ ആ തിരക്കിൻ്റെ ലെവലിലുണ്ട്. അതും കൂടി ഉണ്ടെങ്കിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞായറാഴ്ചയായതുകൊണ്ട് ഈ കല്യാണത്തിൻ്റെ തിരക്കുകളാണ് കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദനം കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് ആ ഗോളകയൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ടുള്ള ആ ഒരു ചാർത്താണ് കാണുന്നത്.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് അവിടെ തൊട്ട് സരസ്വതി ദേവിനെ കണ്ടു തൊഴുകയാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അവിടെ കണ്ടു തൊഴുത് നേരെ നമ്മൾ ആ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കണ്ടു, ഗണേശനൊക്കെ കണ്ടിങ്ങനെ തൊഴുത് ദശാവതാരത്തിലെ മത്സ്യവും കൂർമ്മം വരാഹം നരസിംഹം വരെയൊക്കെ ഉള്ള ആ വിഗ്രഹങ്ങൾ ഓരോന്നും കണ്ടു. മേൽശാന്തിൽ അവിടെ എത്തി പ്രസാദമൊക്കെ വാങ്ങി, അർച്ചന പ്രസാദമൊക്കെ വാങ്ങി. ഇന്ന് രാവിലെ മുതൽ താലിപൂജയ്ക്കുള്ള ആൾക്കാരായിരുന്നു, കണ്ടമാനം ആളുകൾ. അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴുകയാണ്. അവിടെ അത് നിറയെ താമരയും തുളസിപ്പൂവായിട്ട് ഇങ്ങനെ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ വിഷമങ്ങളൊക്കെ അവിടെ പറയാം. അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറിയിട്ട് ശ്രീരാമസ്വാമീനെയും ബലരാമനെയും ഭാർഗവരാമനെയും ഒക്കെ കണ്ടിങ്ങനെ തൊഴുത് ആ ചെറിയ കൃഷ്ണൻ്റെ വിഗ്രഹം വീണ്ടും കാണാം. അവിടെ അതാ തുളസിമാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകൻ്റെ അടുത്തെത്തി. തൈപ്പൂയ ആവാറായി. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ മുരുകസ്വാമി നല്ല തേജസ്സിലായിരിക്കണത്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തി. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് കുങ്കുമം ധാരാളമുണ്ട്. ഒന്ന് എടുത്ത് തൊട്ടു. രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് ഓവിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നേരെ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്ന ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. മണിക്കിണർ നോക്കി തൊഴാം. അതുപോലെ നൃത്താറയിലേക്ക് നോക്കിയാൽ കണ്ണൻ ആ കടാവിളക്ക് ഇങ്ങനെ കാണുന്നു. അപ്പോൾ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലിങ്ങനെ സങ്കല്പിക്കുക. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ കുറൂരമ്മേനെയും നാരദരെയും ഒക്കെ കണ്ടിങ്ങനെ പോന്നു. വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദം, ചന്ദനം, തീർത്ഥമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങി നേരെ എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് പോകും. ഇപ്പോൾ 2-ാം തീയതിയായി. ഇനി 5 ദിവസവും കൂടി ആയ 7-ാം തീയതി ഭഗവതിക്ക് ദേവസ്വം താലപ്പൊലിയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 7-ാം തീയതിയാണ്. നല്ല തിരക്കായിരിക്കും. 11:30 അടയ്ക്കും. വരുന്ന ആളുകളൊക്കെ അന്നത്തെ ദിവസം അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഭഗവതിയുടെ അടുത്ത് വരികയാണ്. ഭഗവതി അതാ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ ഗോളക ഇറക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മേനെ കണ്ട് തൊഴുതു. നേരെ കോർണറിലേക്ക് വന്ന് മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മമ്മിയൂർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അങ്ങനെ അവിടെ നിന്ന് കൊടിമരമൊക്കെ ഒന്ന് നോക്കി തൊഴുത് നമ്മൾ നേരെ ഇങ്ങനെ പോരുകയാണ്. കൊടിമരത്തിൻ്റെ അവിടെ എത്തിയ ഒന്നുകൂടി ശ്രീലകത്തേക്ക് നോക്കിയിട്ട് മുട്ടുകുത്തി നിൽക്കുന്ന കുസൃതി കണ്ണനെ കണ്ട്, വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. അവിടെ നിന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടൊന്ന് തൊഴുക. വീണ്ടും നേരെ അയ്യപ്പൻ്റെ അവിടെ നിന്ന് അയ്യപ്പസ്വാമീനെ കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അയ്യപ്പസ്വാമീനെ വലം വെച്ച് നമ്മളിങ്ങനെ പോരുകയാണ്. പടിഞ്ഞാറ് നടയിലേക്ക് എത്തി. ദീപസ്തംഭത്തിൽ നോക്കി ആ കണ്ണനെ കണ്ടു. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി നോക്കി. അപ്പോൾ നമ്മുടെ വേണുഗോപാല സ്വരൂപത്തിൽ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ആ കണ്ണനെ കണ്ടു. അപ്പോൾ എല്ലാവരും ഇന്ന് എൻ്റെ കൂടെ വന്നു ഗുരുവായൂരപ്പനെ കണ്ടു, ഉച്ചപൂജ കണ്ടു തൊഴുതു കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ
ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.